ഓക്കെ. 2025 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി NIOSന്റെ ബോർഡിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ 2025 ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളുമുണ്ട്. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിന്റെ ശേഷം നമ്മുടെ SSLC ക്ലാസ് റൂം എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SSLCയുടെ ക്ലാസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഓരോ സബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമുക്കുള്ളത് ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് അറബി, മലയാളം, ഹിന്ദി, തേർഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫോർത്ത് സോഷ്യൽ സയൻസ്, ഫിഫ്ത്ത് മാത്തമാറ്റിക്സ്. ഇങ്ങനെ 5 സബ്ജക്റ്റുകളാണ്. ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്. ഓക്കെ, ഓരോന്നും ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലായിട്ട് ഒന്ന് കാണാം. ഈ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2025 ഏപ്രിൽ ബാച്ചിൽ നടന്ന മെയിൻ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇംഗ്ലീഷ് മീഡിയം ആണ് ഫസ്റ്റ് ഉള്ളത്. ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മലയാളം, അറബിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഹിന്ദി, ഉറുദു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. താഴെ മലയാളം മീഡിയം എടുത്ത ആളുകൾക്ക് സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മലയാളം മീഡിയം ഡൗൺലോഡ്. ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഡൗൺലോഡ് ആവും. സയൻസ് ആൻഡ് ടെക്നോളജി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം, അങ്ങനെ തൊട്ട് താഴെ ഇംഗ്ലീഷ് മീഡിയം ഉള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് മീഡിയം ഡൗൺലോഡ്, സോഷ്യൽ സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ മലയാള മീഡിയത്തിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇമെയിലാണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കും. അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഒരു പേജ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2.5 മണിക്കൂറാണ് സമയം വരുന്നത്. അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഇംഗ്ലീഷും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ മലയാളം ഉണ്ടാവും. മിക്സ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുക്കുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ബാക്ക് അടിക്കുന്നു. സെക്കൻഡ് ലാസ്റ്റിലോട്ട് വരുമ്പോൾ പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് റൂം കൂടെ കാണാം. അത് പ്രാക്ടിക്കൽ ടൈമിൽ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ആ ടൈമിൽ അസൈൻമെന്റ് മറ്റു കാര്യങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡൊക്കെ എഴുതി തയ്യാറാക്കാൻ അത് ഉപകരിക്കും. അത് ആ ടൈമിൽ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, നിങ്ങൾ ആ ടൈമിൽ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തൊട്ട് മുകളിൽ ടൈം ഷെഡ്യൂൾ എന്നുള്ളതാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 2025 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതുന്ന NIOS SSLC ഏപ്രിൽ ബാച്ച് ചാപ്റ്റേഴ്സ് ടു കംപ്ലീറ്റ്. ഏപ്രിൽ ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള ആളുകൾക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട മന്തും അതുപോലെ തന്നെ അതിന്റെ നേരെയുള്ള ഓരോ മാസവും ഓരോ സബ്ജക്റ്റിന്റെ ചാപ്റ്ററിന്റെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ NIOS SSLC ഒക്ടോബർ ബാച്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്. ഒക്ടോബർ ബാച്ചിന്റെ ആളുടെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒക്ടോബർ ബാച്ചുകാർക്ക് ഫെബ്രുവരി മുതലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന്റെ മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ സമയം കിട്ടും. എനിവേ, ഇതിൽ നമ്മൾ 6 മന്ത് കാൽക്കുലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഫെബ്രുവരി ടു ജൂലൈ വരുന്ന 6 മാസങ്ങളിൽ ഇംഗ്ലീഷ് ഓരോ മാസവും 3 ചാപ്റ്റർ വീതം കംപ്ലീറ്റ് ചെയ്യണം. ഓരോ മാസത്തിലും കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്ററിന്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മലയാളവും 3 തന്നെയാണ്. അറബി ആണെങ്കിൽ 4, സയൻസ് 4, അതുപോലെ സോഷ്യൽ സയൻസ് 3, മാത്തമാറ്റിക്സ് 3 വരുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു ടൈം ഷെഡ്യൂൾ ഉള്ളത്. അതിനനുസരിച്ച് കൃത്യമായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മന്തിൽ വരുന്ന റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പറുമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണ്. അപ്പൊ ജൂലൈ ആകുമ്പോഴേക്കും അവർ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഓഗസ്റ്റിൽ ഏതെങ്കിലും ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിവിഷൻ നടത്താനുള്ള മാസമായിട്ടാണ് നമ്മൾ അതിന്റെ ഒരു ഓഗസ്റ്റ് മന്തിൽ കാൽക്കുലേഷൻ ചെയ്തത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ
പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാനൊക്കെ ഉള്ള, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും പരിചയിക്കാനൊക്കെ ഉള്ള മന്തായിട്ടാണ്, മാസമായിട്ട് ഓഗസ്റ്റ്. സെപ്റ്റംബറിൽ അവിടെ മോഡൽ എക്സാം നടക്കും. നമ്മുടെ വിന്നേഴ്സ് അക്കാഡമി ഓൺലൈനായിട്ട് നിങ്ങൾ എവിടെയാണോ അവിടേക്ക് നിങ്ങൾ വാട്സപ്പ് ത്രൂ നമ്മൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും. അത് നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നിശ്ചിത സമയം തരും, 2.5-3 മണിക്കൂർ സമയം തരും. അതിൻ്റെ ഉള്ളിലായിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരും. അതാണ് ഓൺലൈൻ എക്സാം വരുന്നത്. ഇനി നമ്മുടെ ഏപ്രിൽ ബാച്ച്, അടുത്ത ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് ടു ജാനുവരി ആകുമ്പോഴേക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. ഓഗസ്റ്റ് ടു ജനുവരി. ഓഗസ്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചാപ്റ്റർ 3 മലയാളം ചാപ്റ്റർ 3 അറബി ചാപ്റ്റർ 3 അറബി ചാപ്റ്റർ 4 സയൻസ് 4 സോഷ്യൽ സയൻസ് 3 മാത്സ് 3 ഇങ്ങനെ 3 ചാപ്റ്റർ മാത്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓരോ മാസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് തന്നെ ആ മാസത്തിലുള്ള ടോട്ടൽ കാൽക്കുലേഷൻ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററും ഓരോ മാസത്തിൽ സിമ്പിൾ ആയിട്ട് ഭാരമാവാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പൊ നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആയിട്ടുണ്ട്, 4ാമത്തെ മാസം ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതുന്നവർക്കാണ് പറയുന്നത്, നിങ്ങൾ ഈ ടോട്ടൽ ആയിട്ടുള്ള ചാപ്റ്ററിന്റെ എണ്ണം കൂട്ടുക. ഇപ്പൊ 3 3 6 9 12 15 18 ചാപ്റ്ററാണ് ഏകദേശം വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ എത്ര ചാപ്റ്ററാണ് ടോട്ടൽ ആയിട്ടുള്ളത്, ആ ചാപ്റ്ററിന്റെ ഇനി നിങ്ങൾക്കുള്ള മന്ത് ജനുവരി ആവുമ്പോഴേക്കുള്ള ഈ 3 മാസം, നവംബർ ഡിസംബർ ജനുവരി, ഈ 3 മാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ഓരോ മാസവും തീർക്കേണ്ട ചാപ്റ്റർ എന്ന് കിട്ടും. അത് നിങ്ങൾ കൃത്യമായിട്ട് ടൈം കൊടുത്തിട്ട് ഏകദേശം ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊടുക്കുക. ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ടായിരുന്നത് ഇതിൽ കൊടുത്ത 6 മാസത്തിന്റെ ഓരോ മാസവും 3 ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ടായിരുന്നത് ആഴ്ചയിൽ 5 ദിവസം എല്ലാ ദിവസവും 1/2 മണിക്കൂർ വീതം കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറ്റും. ഒരു ദിവസം നിങ്ങൾക്ക് 1/2 മണിക്കൂർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിറ്റത്തെ ദിവസം 1 മണിക്കൂർ കൂട്ടി കൊടുക്കുക. അങ്ങനെ എത്രയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത് വീണ്ടും എടുത്ത് കൃത്യമായിട്ട് തന്നെ വളരെ കുറഞ്ഞ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു മാസത്തിലെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇനിയുള്ള ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ഇനി എത്രയാണോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള അതുകൊണ്ട് ഹരിച്ചിട്ട് കൃത്യമായിട്ട് ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ജനുവരി 30 31 ആവുമ്പോഴേക്ക് നിങ്ങളെ എല്ലാ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വളരെ കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഉള്ളൂ. പിന്നെ വരുന്നത് ഫെബ്രുവരിയിൽ നമുക്ക് റിവിഷൻ നടത്താനാണ്. ഇപ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സുകളൊക്കെ മാത്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, സയൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക, ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാനുള്ളതാണ് ഫെബ്രുവരി മന്ത്. അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂവും ചെയ്യാൻ. അപ്പോൾ ആ മാസം കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണിച്ചു തന്നല്ലോ, അതൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ ആൻസർ ഒക്കെ കണ്ടുപിടിക്കാം. മാർച്ച് മാസത്തിൽ നമ്മൾ മോഡൽ എക്സാം നടത്തും. അപ്പോഴേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റിവ്യൂ ചെയ്ത് കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. ഒരു മോഡൽ എക്സാം നമ്മൾ സാധാരണ എക്സാം നടക്കുന്ന പോലെ തന്നെ 2-2.5 മണിക്കൂർ വെച്ചിട്ട് എക്സാം ചെയ്തും 1/2 മണിക്കൂർ എക്സ്ട്രാ തരും ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ കൃത്യ ടൈമിൽ അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 3 മണിക്കൂർ ടൈം കൃത്യമായിട്ട് തരും. അത് നിങ്ങൾ എവിടെയാണോ അവിടുന്ന് നിങ്ങൾ കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് അതിന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. ആ ഒരു മോഡൽ എക്സാമും കൂടെ കഴിയുമ്പോഴേക്ക് കുട്ടി എന്തായാലും എക്സാമിന് പ്രിപ്പയർഡ് ആവും. ഏത് ക്വസ്റ്റ്യനും വന്നാലും എക്സാം എഴുതാനും അതുപോലെ എക്സാം എഴുതി എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറുകളും കൃത്യസമയത്ത് തന്നെ എഴുതാനും പഠിക്കുന്ന രൂപത്തിൽ കുട്ടിയായി തീരും. അങ്ങനെ ഉള്ള ഒരു ടൈം ഷെഡ്യൂളാണ് എല്ലാവർക്കും പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സാമിന് കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ പറ്റുന്നതും അതുപോലെ തന്നെ എക്സാം എഴുതി പരിചയമാവുന്ന രീതിയിലുള്ള ഒരു ടൈം ഷെഡ്യൂളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മാർച്ചിൽ മോഡൽ എക്സാം കഴിഞ്ഞ് അതുപോലെ മാർച്ച് 15 ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം വരും സയൻസിനും മാത്സിനും. അതിന്റെ വിവരങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കും. പ്രാക്ടിക്കൽ ചെയ്ത് കൊടുക്കാനൊന്നുമില്ല, നിങ്ങൾ അതിൽ കുറച്ചൊരു 7 ആക്ടിവിറ്റീസുകൾ തരും. ആ ഒരു 7 ആക്ടിവിറ്റീസ് നിങ്ങൾ ഒരു ചെറിയൊരു സയൻസ് ഒക്കെ എഴുതുന്ന റെക്കോർഡ് ബുക്ക് വാങ്ങാനുണ്ട്. ആ റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ എഴുതിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. ആ ഒരു 7 പഠന പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസിൽ നിന്ന് ഏതെങ്കിലും ഒരു 3 അവിടെ എഴുതിപ്പിക്കുക. അതാണ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ.
ഓക്കെ, അതിന്റെ കാര്യം നമ്മൾ പിന്നീട് അറിയിക്കും. എനിവേ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ജനുവരി 31 ആകുമ്പോഴേക്ക് നിങ്ങളുടെ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വോയിസ് ആയിട്ട് അറിയിക്കണേ. ഓക്കെ 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 ഓക്കെ. ഇനി നിങ്ങൾ ഇംഗ്ലീഷിൽ ക്ലിയർ കുറവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നല്ല റേഞ്ചുള്ള സ്ഥലത്തേക്ക് ഒന്ന് ഇരിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഇവിടെ നമ്മുടെ ഈ ഒരു സ്ക്രീന് കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൂം ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങളുടെ ഇതിൽ കുറച്ച് സൂം ചെയ്താണ്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. ഇതിന്റെ ശേഷം നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷിന്റെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് സബ്ജക്റ്റുകൾ എല്ലാ സബ്ജക്റ്റുകളും ഓപ്പൺ ആക്കി അതിന്റെ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് കാണാം. അതിൽ 1, 5, 6, 7, 8 ഇങ്ങനെ പല ഓർഡറിലല്ലാത്ത ഡിസോർഡർ ആയിട്ടുള്ള നമ്പറും അതിന്റെ പേരും കാണാം, ഇംഗ്ലീഷിലെ പേരും കാണാം. അപ്പൊ നമ്മൾ 19 ചാപ്റ്ററാണ് ടോട്ടലി സയൻസിൽ വരുന്നുള്ളൂ. അത് 1 കഴിഞ്ഞാൽ പിന്നെ 5ആണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ 4 ചാപ്റ്റർ നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ മെയിൻ എക്സാമിൽ ഈ ഇതിലുള്ള നമ്പറും അതിന്റെ പേരും വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ മെയിൻ എക്സാം എന്ന് പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കി എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ആ ടൈമിൽ അറിയിക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾ ചെയ്യാം. ഏകദേശം ഒരു ജനുവരി ടൈമിലൊക്കെ ആയിരിക്കും അസൈൻമെന്റ് എഴുതുക. ഓക്കെ, അത് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ് റൂം ഓപ്പൺ ആക്കുമ്പോഴും നിങ്ങൾക്ക് ഇൻഡെക്സ് കാണാൻ പറ്റും. ഈ ഇൻഡെക്സിൽ ഏതൊക്കെ ചാപ്റ്റർ ആണോ ഉള്ളത് ആ ചാപ്റ്ററുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. തൊട്ടു താഴെ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ ഓരോ മൊഡ്യൂളുകളിലും ഇപ്പോൾ ഈ 19 ചാപ്റ്ററുകൾ 4-5 മൊഡ്യൂളിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും എത്ര ചാപ്റ്റർ ഉണ്ട്, ഓരോ മൊഡ്യൂളിനും എത്ര മാർക്ക് വീതം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റിലെ മൊഡ്യൂളിൽ 1 ചാപ്റ്റർ, രണ്ടാമത്തെ മൊഡ്യൂളിൽ 1, 2, 3, 4, 5 ചാപ്റ്റർ. ഈ കളർ ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഓരോ മൊഡ്യൂളാണെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ മൊഡ്യൂളിൽ 2 ചാപ്റ്റർ, നാലാമത്തെ മൊഡ്യൂളിൽ 4 ചാപ്റ്റർ, അഞ്ചാമത്തെ മൊഡ്യൂളിൽ 1, 2, 3, 4 ചാപ്റ്റർ. അങ്ങനെ ഓരോ മൊഡ്യൂളിലത്തെ ചാപ്റ്റർ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതൽ മാർക്കുകൾ വരുന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഉള്ള മൊഡ്യൂളുകൾ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വെക്കുക. കാരണം അതിൽ നിന്ന് കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതാണ്. അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിന്റെ ഈ ഇൻഡെക്സിന്റെ താഴെ വീഡിയോ കൊടുത്തിട്ടുള്ളത്. അത് എല്ലാ ക്ലാസ് റൂമിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ തൊട്ട് താഴെ സയൻസ് നോക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ബാക്കിയുള്ള നോട്ട്സും അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ബുക്സ് അയച്ചു തന്നിട്ടുണ്ടാവും. ആ ഗൈഡ് ബുക്സ് നോക്കിയിട്ട് ആ ഗൈഡ് ബുക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളത് ഗൈഡ് ബുക്സിന്റെ പേജുകളാണ്. അതാണ് പ്രിന്റഡ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. അതും കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടുകൾ ഈ സയൻസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണലി നമ്പറിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ടോ അതല്ലെങ്കിൽ ഫോട്ടോ എടുത്തയച്ച് കൃത്യമായിട്ട് ചോദിച്ച് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോട്ട്സ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട്സ് വായിച്ചാൽ തന്നെ എല്ലാതും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലാകും. ആ ഒരു രീതിയിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ പുറകോട്ട് വരുന്നു. നമ്മൾ ഇംഗ്ലീഷ് കഴിഞ്ഞ് ഇവിടെ മലയാളം ഓപ്പൺ ആക്കുക. മലയാളം ഓപ്പൺ ആക്കി കഴിഞ്ഞാലും അതിന്റെ ഇൻഡെക്സ് ഇത് 17 പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഡെക്സ് കാണാൻ പറ്റും. അറബി എടുത്ത ആളുകൾക്ക് അറബി നമുക്ക് ക്ലാസ്സുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറബിയുടെ ഗൈഡ് ബുക്കും അതുപോലെ വർക്ക് ബുക്കും ഉണ്ട്. അറബിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ഓക്കെ ഓക്കെ, ഒരു നിമിഷം, ഒരു കോള് വന്നപ്പോൾ അത് കട്ടായി പോയി. ഒരു നിമിഷം.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ അറബി ഓപ്പൺ ആക്കുമ്പോൾ അറബിയിലും ഇൻഡെക്സ് കാണാൻ പറ്റും. ഓരോ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഡൗൺലോഡ് അറബിക് ബുക്ക് എന്നൊരു ലിങ്ക് കാണാം. തൊട്ട് താഴെ അറബിക് വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. എങ്ങനെ എക്കോ ആയിട്ട് കേൾക്കുന്നത്? എല്ലാവർക്കും അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. ഇതിൽ അറബിയുടെ ഈ ബുക്കും അതുപോലെ വർക്ക് ബുക്കും നമ്മൾ ഇവിടുന്ന് അയച്ച് തന്നിട്ടുണ്ടാവും. ഗൈഡ് ബുക്സിന് ക്യാഷ് തന്ന ആളുകൾ, സെക്കൻഡ് പേയ്മെൻറ്റ് അടച്ച ആളുകൾക്ക് തന്നിട്ടുണ്ടാവും. ഇല്ലാത്ത ആളുകൾ ഗൈഡ് ബുക്സിനുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഗൈഡ് ബുക്സിനുള്ള ക്യാഷ് സെക്കൻഡ് പേയ്മെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ആർക്കെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ആ ഗൈഡ് ബുക്സ് നിങ്ങളുടെ കയ്യിലാക്കണം. അതുപോലെ തന്നെ അറബിക്ക് വർക്ക് ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ തൊട്ട് താഴെ അറബിക്ക് വർക്ക് ബുക്കും കാണാം. ഈ അറബിക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇതിലുള്ള 3 ഹെറോഫ് ഇല്ലത്ത് ഫസ്റ്റത്തെ അതാണത്, 3ാമത്തെ ചാപ്റ്റർ. പിന്നെ 5ആണ്. അങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെ നമ്പറും നെയിമും നോക്കാം. ആ ചാപ്റ്റർ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പഠിക്കാം. ഇവിടെ നിന്ന് അയച്ചിരുന്ന ബുക്സിലൊക്കെ ആ ഒരു ചാപ്റ്റേഴ്സ് മാത്രമാണ് ഉണ്ടാവുക. ഏതായാലും ഓരോ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതാണ് എന്നുള്ളത് ഈ വർക്ക് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ 3ാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകളാണ് ഈ വർക്ക് ബുക്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഉണ്ടാവുക. അങ്ങനെ വർക്ക് ബുക്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ അതിലുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറബി സിമ്പിളായിട്ടുണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അറബിയുടെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാത്തത്, അതിലില്ലാത്തത്. മലയാളത്തിനൊക്കെ വോയിസ് ക്ലാസ്സുകൾ അതുപോലെ വീഡിയോ ക്ലാസ്സിൻ്റെ സെപ്പറേറ്റ് വേണം എന്ന് പറഞ്ഞ ആളുകൾക്ക് വീഡിയോ ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ ക്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ താഴെ ഈ MP3 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ MP3 വർക്കാവും. ഓക്കെ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഇമെയിൽ ID ഓക്കെ കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഇതിങ്ങനെ പ്ലേ ആകും. ഓക്കെ, ഞാൻ ബാക്ക് അടിക്കുന്നു. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മലയാളം, അറബി ഒക്കെ ഉള്ളത്. അതുപോലെ സോഷ്യൽ സയൻസും നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. സോഷ്യൽ സയൻസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ 16 ചാപ്റ്ററുകൾ കാണാൻ പറ്റും ഈ ഇൻഡെക്സിൽ. ഈ 16 ചാപ്റ്ററുകൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ തൊട്ട് താഴെ അതിലേതൊക്കെ എത്ര മാർക്കിന് ഏതൊക്കെ വരും എന്നുള്ള ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ MP3 ക്ലാസ്സുകളുണ്ട്. MP3 കേൾക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു നോട്ട് സൂം ചെയ്തിട്ട് കൃത്യമായിട്ട് നോക്കാം. ഗൈഡ് ബുക്കുള്ള ആളുകൾക്ക് ഗൈഡ് ബുക്സിൽ നോക്കിയാൽ മതി. ഇതിൽ ക്ലാസ് കേൾക്കുക, ഗൈഡ് ബുക്സിൽ നോക്കാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിലുള്ള ഗൈഡ് ബുക്സ്, നിങ്ങൾ സമയം കുറവാണെങ്കിൽ ഗൈഡ് ബുക്സ് കൃത്യമായിട്ട് വായിക്കുക. അതിലേതെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ ആ ഒരു ഏരിയയുടെ ക്ലാസ് മാത്രം നിങ്ങൾ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ടൈം കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ടൈം കുറവുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ടൈം കൂടുതലുള്ള ആളുകളാണ് ക്ലാസ് കേൾക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ബുക്ക് എടുത്ത് പിന്നെ അതിൻ്റെ നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, സാധാരണ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യാറുള്ള പോലെ ക്ലാസ് കേൾക്കുന്നതോട് കൂടെ തന്നെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളൊക്കെ എഴുതിയെടുക്കുക. അതിൻ്റെ ശേഷം ആ ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് നമ്മുടെ ഗൈഡ് ബുക്കിലും അതുപോലെ ഈ ആപ്പിലെ നോട്ട്സിലുള്ളത്. അത് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു നമ്മൾ വിട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് പൂരിപ്പിച്ച് കൊടുക്കുക. കൃത്യമായിട്ട് നോട്ട് എഴുതി തയ്യാറാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് അതൊന്നും കൂടെ ഓർമ്മിക്കാനും അതുപോലെ തന്നെ കൂടുതൽ ഓർമ്മശക്തി കിട്ടാനും മറ്റു കാര്യങ്ങൾക്ക് വളരെ സിമ്പിളാവും. മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോൾ കണക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചാപ്റ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോസുകളായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണക്ക് അങ്ങനെയാണല്ലോ, ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ പല വീഡിയോസുകളുണ്ട്. അതായത് നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്ത വീഡിയോസുകൾ കൂടുതലുണ്ട്. അതിൻ്റെ കൂടെ സെപ്പറേറ്റ് യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ട് ഏറ്റവും സിമ്പിളായത് ഏതാണോ എന്നുള്ള വെരിഫൈ ചെയ്തിട്ടാണ് ഇതിൽ പല വീഡിയോസുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ വീഡിയോസ് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് ടൈം കൂടുതലാണ്, മനസ്സിലാവാൻ പറ്റുന്നില്ല. എന്നാൽ ചില വീഡിയോസുകൾ ചില
ചില ആളുകൾ ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തതുണ്ട്. എനിവേ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ തന്നെ കൃത്യമായിട്ട് ഇതിൽ അവൈലബിൾ ആണ്. വീഡിയോ സെപ്പറേറ്റ് ഇംഗ്ലീഷിൻ്റെ ഒക്കെ പോലെ ഇംഗ്ലീഷ് നോട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ് തന്നെ വേണം എന്ന് പറഞ്ഞ ആളുകൾക്ക് മൈ ക്യാമ്പസ് വഴി ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾക്കാണ് ഈ പറഞ്ഞത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ വളരെ കുറഞ്ഞ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണക്ക് കൃത്യമായിട്ട് ചെയ്ത് തന്നെ പഠിക്കണം. നോട്ട് ബുക്കിൽ എഴുതി കണ്ടാൽ മാത്രം മതിയില്ല. മാത്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കണ്ടാൽ നമുക്ക് ഉടനടി മനസ്സിലാവും, പക്ഷേ അത് നമ്മൾ മറന്നു പോകുക. അപ്പോൾ ഓരോ പ്രോബ്ലവും അതിൻ്റെ ഓരോ ഉദാഹരണം വെച്ചിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് NIOS ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏപ്രിൽ ബാച്ചിൽ എഴുതുന്ന ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഏപ്രിൽ ബാച്ചിൽ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഓക്കെ. എനിവേ നിങ്ങൾക്ക് NIOSൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ഒരു ചാക്കിലൊക്കെയാണ് അത് വരുന്നത്. വലിയ ടെക്സ്റ്റ് ബുക്കായിരിക്കും. അത് മാത്സിൽ വേണമെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. അത് കാരണം അതിൽ കുറേ ഉദാഹരണങ്ങൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ നമ്മൾ അയച്ചു തന്നിട്ടുള്ള ഗൈഡ് ബുക്സും നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറ്റും. മാത്സിൽ ചെറിയ ഗൈഡ് ബുക്സ് മലയാളത്തിലത് അവൈലബിൾ അല്ല, ഇംഗ്ലീഷ് മിക്സ്ഡ് ആക്കിയിട്ടുള്ളതാണ്. ടെക്സ്റ്റ് എന്നാലും നിങ്ങൾക്ക് അത് നമ്മുടെ NIOS അയച്ചു തരുന്നതാണ്. അത് ചിലപ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. എക്സാമിൻ്റെ മുമ്പ് എന്തായാലും കിട്ടേണ്ടതാണ്. ഓക്കെ, ചിലപ്പോൾ ഈ മാസമൊക്കെ കിട്ടും, അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ കിട്ടേണ്ടതാണ്. നമുക്ക് കൃത്യമായിട്ട് ടൈം പറയാൻ പറ്റില്ല. അത് അവർ NIOS നിന്ന് അയച്ചു തരുന്ന, ഫ്രീ ആയിട്ട് അയച്ചു തരുന്ന. നമ്മളിവിടുന്ന് അയച്ചു തരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഗൈഡ് ബുക്കുകളാണ്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ക്യാഷ് എന്ന ആളുകൾക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു ക്ലാസ്സിൻ്റെ ശേഷം. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇംഗ്ലീഷ് ക്ലാസ് റൂം ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ ഇൻഡെക്സിൽ 16 ചാപ്റ്റേഴ്സുകളാണ് ഇതിലുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നോട്ടുകളും അതുപോലെ അതിൻ്റെ വോയിസ് MP3 ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ഇംഗ്ലീഷിൻ്റെ ഒരു കേസിലോട്ട് വരുമ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നമ്മുടെ ഈ ചാപ്റ്റേഴ്സിൻ്റെ പുറത്ത് നിന്ന്, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഏകദേശം ഒരു 16 ചാപ്റ്റർ, ഈ 16 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ 16 ചാപ്റ്ററിൻ്റെ പുറത്തിൽ നിന്ന് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ, ലെറ്റർ എഴുതാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് എക്സാമിന് വരും. അതാണ് നമ്മൾ ഈ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നേരത്തെ നൽകിയ ടൈം ഷെഡ്യൂളിൽ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ടൈം ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ കൂടെ നിങ്ങൾ കവർ ചെയ്ത് പോവാം. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടൈം ഷെഡ്യൂളിൽ ബേസ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉൾപ്പെടുത്തിയില്ല. കാരണം നമ്മൾ സാധാരണ പറയാറുള്ളത്, നേരത്തെ അഡ്മിഷൻസ് എടുത്ത ഈ 6 മാസത്തിൻ്റെ മുമ്പ് അഡ്മിഷൻസ് എടുത്ത ആളുകൾക്ക് ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കൊടുത്ത 6 മാസം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ചെയ്യേണ്ട ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. 2025 ഒക്ടോബർ ബാച്ചിലുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്ത ആളുകൾ ഇനി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ബേസ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ടൈം ഷെഡ്യൂളിൻ്റെ കൂടെ എത്ര ക്ലാസ്സുകൾ ഉണ്ട് നോക്കുക, എന്നിട്ട് അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മുമ്പ് ഫസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ ക്ലാസ് 1, ക്ലാസ് 2 അതിൻ്റെ MP3, ക്ലാസ് 3 അതിൻ്റെ MP3, ക്ലാസ് 4 അതിൻ്റെ MP3 കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തൊട്ട് താഴെ ക്ലാസ് 4 കൊടുത്തു കഴിഞ്ഞ് പിന്നെ SSLC ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ പാർട്ട് 1 എന്ന് പറഞ്ഞൊരു വീഡിയോ കാണാം. ഇത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ തൊട്ട് താഴെ പാർട്ട് 2 ഉണ്ട്, തൊട്ട് താഴെ പാർട്ട് 3 ഉണ്ട്. ഈ 3 കാര്യങ്ങളും വെറും ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ മാത്രമല്ല, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുനിന്ന് വരുന്ന 2 സെൻറ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, ലെറ്റർ എഴുതുക, അതുപോലെ സ്പീച്ച് ചെയ്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കമ്പൾസറി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലോട്ട് കിടക്കുകയാണ് നല്ലത്. ഇനി സമയം കുറവുണ്ടെങ്കിൽ ഇത് അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്താലും മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത്. നമ്മളെ ടൈം ഷെഡ്യൂളിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒക്ടോബർ ബാച്ചിൻ്റെ ആളുകളാണെങ്കിൽ ഒക്ടോബർ വരെ അവർക്ക് സമയമുണ്ട്. ഫസ്റ്റ് ബേസ് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത് മറ്റേയൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഏപ്രിലിൻ്റെ ആളുകളാണെങ്കിൽ ഇനി 2-3 മാസങ്ങളാണ്. 6 മാസത്തിൽ ഇനി ഒരു 3 മാസം ഏകദേശം ഉണ്ട്. ഈ 3 മാസത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ
നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ടൈം എത്ര ചാപ്റ്റർ ഉണ്ട് നോക്കാം. ക്ലാസ്സുകൾ ഏറ്റവും സിമ്പിളായ ക്ലാസ് ആരതാണോ അതൊക്കെയാണ് നമ്മൾ മാത്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായ ക്ലാസ്സുകൾ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ക്ലാസ്, അത് ഇംഗ്ലീഷ് മിക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അത് ചില ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പല പല ക്ലാസ്സുകളും മിക്സ് ആക്കിയിട്ട് സിമ്പിളായിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും കൃത്യമായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. SSLC എന്നുള്ള മനോഹരമാകുന്ന നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത അത് കൃത്യമായിട്ട് ഒരു 80-90% മാർക്കോട് കൂടെ തന്നെ നമ്മൾ പാസ് ഔട്ട് ചെയ്യാൻ നമുക്ക് 50% കേരള സിലബസ് നമുക്ക് നോക്കാം. അതിലൊരു 10 സബ്ജക്റ്റ് ചുരുങ്ങിയത് പഠിക്കണം കേരള സിലബസിൽ. നമുക്ക് NIOSൽ വരുമ്പോൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഈ NIOSലോട്ട് വരുമ്പോൾ നമുക്ക് 5 സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതന്നെ ചാപ്റ്റേഴ്സുകൾ വളരെ കുറവാണ്. കേരള സിലബസിനെ അപേക്ഷിച്ച് 50% സിമ്പിളായ സിലബസാണ്. അപ്പോൾ ഈ ഒരു സുവർണ്ണ അവസരം നിങ്ങൾ മുതലെടുത്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഡൗട്ടുകൾ ചോദിക്കുക. അതിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക. ഡൗട്ടുകൾ ഇല്ലാത്ത ആളുകൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ ഷമീറ നല്ല ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ? വീഡിയോ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഗൈഡ് ബുക്സ് കിട്ടിയതല്ലേ, ഇംഗ്ലീഷിലെ ഗൈഡ് ബുക്സൊക്കെ? ഓക്കെ. ഇനി നമ്മൾ ഡിസംബർ ആ ടൈമിൽ നിങ്ങൾക്ക് അടുത്ത മാസത്തെ ഓൺലൈൻ ക്ലാസ് നമ്മൾ ഫസ്റ്റ് വീക്കിലാകും മിക്കവാറും ഉണ്ടാകുക, ഡിസംബർ ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ നമ്മൾ എക്സാം ഫീ അടക്കാനുള്ള ഡീറ്റെയിൽസ് പറയും. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ചെയ്താലുള്ള ഡീറ്റെയിൽസുകളൊക്കെ പറയും. ആ ഒരു കൃത്യമായിട്ട് ഓരോ മാസം നടക്കുന്ന ഈ ഒരു 10-15 മിനിറ്റ്, മാക്സിമം പോയ 20 മിനിറ്റ് വരുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ ശേഷം അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും ഓൺലൈനായിട്ട് അതിൽ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നമുക്ക് അതിൻ്റെ ശേഷമുള്ള വീഡിയോ കാണുമ്പോൾ കിട്ടൂലല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്നാൽ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.